ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസ് റിലീസായി ഡിസംബർ 25 വ്യാഴാഴ്ച തിരയിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയക്കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് സർവമായ. അഖിൽ സത്യൻ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ നിവിൻ പോളി, അജു വർഗീസ്, ജനാർദ്ദനം, പ്രിറ്റി മുകുന്ദൻ, മധു വാര്യർ, റിയ ഷിബു എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. സിനിമ വ്യാഴം വെള്ളി എന്നിങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 7,70,00,000 രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. ക്ലസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 2 ദിവസം കൊണ്ട് 90 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ 8,60,00,000 രൂപയാണ് 2 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി അങ്ങനെ നേടിയെടുത്തിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ നിന്ന് 2 ദിവസം കൊണ്ട് $8,41,000, അതായത് 7,55,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ആ ദിവസം വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 8,30,00,000 നേടിയെടുത്ത ഈ സിനിമ രണ്ടാം ദിവസം ഇന്നലെ വെള്ളിയാഴ്ച വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തത് 10,75,00,000 രൂപയായിരുന്നു. അങ്ങനെ 2 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 19,05,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇനി മൂന്നാം ദിവസം എന്ന ശനിയാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് 5-5.5 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 3 ദിവസം കൊണ്ട് തന്നെ കേരളത്തിൽ 13 കോടിക്ക് മുകളിലാണ് ഈ സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്ന് വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 12 കോടി റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 3 ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി 31 കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. നിലവിൽ 5 കോടി റേഞ്ചിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. മോഹൻലാൽ നായകനായി നന്ദകിഷോർ തിരക്കഥ സംവിധാനം ചെയ്ത് ഡിസംബർ 25 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി വമ്പൻ ദുരന്തമായി മാറിയിരിക്കുന്ന തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണ് ഋഷഭ. സമർജിത്ത് ലങ്കേഷ്, നയൻ സരിക, രാഗിണി ദ്വിവേദി, നേഹ സക്സേന എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ആദ്യ 2 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 55 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ഈ സിനിമ 2 ദിവസം കൊണ്ട് 1,05,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. വിദേശ കളക്ഷനായി 20 ലക്ഷം ഉൾപ്പെടെ 2 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത് 1,25,00,000 രൂപയാണ്. മൂന്നാം ദിവസം എന്ന ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് ഏകദേശം 15 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 3 ദിവസം കൊണ്ട് കേരള കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 70 ലക്ഷത്തോളം രൂപയാണ്. ഇന്നത്തെ കളക്ഷനോടെ ലോകമെമ്പാടുമായി 1.5 കോടിക്ക് മുകളിൽ ഈ സിനിമ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗോകുലം മൂവീസിന്റെ പാനലിൽ ഗോകുലം ഗോകുലം നിർമ്മിച്ച് നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത് ഡിസംബർ 18 വ്യാഴാഴ്ച ക്രിസ്മസ് റിലീസായി തിയേറ്ററെത്തിയ മലയാള സിനിമയാണ് ബബ്ബബ്ബ അഥവാ ഭയം ഭക്തി ബഹുമാനം. ദിലീപ്, മോഹൻലാൽ, ബൈജു, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, സാൻഡി മാസ്റ്റർ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള ആദ്യ 9 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 24,25,00,000 രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. 10ാം ദിവസം എന്ന ശനിയാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ ഏകദേശം 50 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 10 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ ഈ സിനിമ 24,75,00,000 റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ 10 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 43.5-44 കോടി റേഞ്ചിലാണ്. ഡിസംബർ 5 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് 1000 കോടി ക്ലബിൽ എത്തപ്പെട്ട ബോളിവുഡ് സിനിമയാണ് ദുരന്തർ. രൺവീർ സിംഗ് നായകനായി ആദിത്യധർ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമ ഇന്നലെ വരെയുള്ള 22 ദിവസം കൊണ്ട് കേരളത്തിൽ 5,39,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 22 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 777 കോടി രൂപയും വിദേശ കളക്ഷനായി സ്വന്തമാക്കിയിരിക്കുന്നത് 225 കോടി രൂപയുമാണ്. അങ്ങനെ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള 22 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 1,002 കോടി രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 23ാം ദിവസം എന്ന ശനിയാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 20-25 കോടി റേഞ്ചിൽ തന്നെയാണ്. അങ്ങനെ 1,020 കോടിക്ക് മുകളിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് നവാഗതനായ ജിതിൻ കെ ജോസ് തിരക്കഥ സംവിധാനം ചെയ്ത് ഡിസംബർ 5 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് കളങ്കാവൽ. മമ്മൂട്ടി, വിനായകൻ, ജിബിൻ ഗോപിനാഥ്, രജീഷ വിജയൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള ആദ്യ 22 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 36,57,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 23ാം ദിവസം എന്ന ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 15 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 23 ദിവസം കൊണ്ട് കേരളത്തിൽ 36,70,00,000 റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് പുറത്തു വന്നിട്ടില്ല. ക്രിസ് തിരുകുമാരൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഡിസംബർ 25 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ തമിഴ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് റെട്ടാത്തല. അരുൺ വിജയ്, സിദ്ധി ഇദ്ദാനി, തന്യ രവിചന്ദ്രൻ, യോഗേഷി എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമയുടെ വ്യാഴം വെള്ളി എന്നിങ്ങനെ ആദ്യ 2 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ 1,75,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 2 ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 1,28,00,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. ഈ സിനിമയുടെയും വേൾഡ് വൈഡ് കളക്ഷൻ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. സുരേഷ് രാജകുമാരി തിരക്കഥ സംവിധാനം ചെയ്ത സിറൈ എന്ന തമിഴ് സിനിമയും ഡിസംബർ 25 തിയേറ്ററിലെത്തിയിരുന്നു. ചിത്രത്തിൽ വിക്രം പ്രഭു, LK അക്ഷയ് കുമാർ, ആനന്ദ് തമ്പിരാജ, അനിഷ്മ അനിൽകുമാർ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ആദ്യ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 1,50,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 2,15,00,000 രൂപയുമാണ്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.